വിഷ്ണുശാലിനിയുടെ പുതിയ കമ്മിങ് സൂൺ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. അതിലാണെങ്കിൽ വിഷ്ണുവിന് സത്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനായിട്ട് നാളെ ഒരേ ദിവസമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അന്നേരം ഡേറ്റ് അറിയാനായിട്ട് സത്യയെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അതിനുശേഷമാണെങ്കിൽ അന്ന് പപ്പി പറഞ്ഞല്ലോ സ്കൂളിൽ വന്നാൽ സത്യയുടെ അമ്മ വരും, അപ്പോൾ ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ സ്കൂളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ശാലിനിയെ കാണാൻ വേണ്ടിയിട്ടല്ല, സ്കൂളിൽ നിന്നും ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അന്നേരം സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പിന്നെ സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്. അവിടെയാണ് അങ്ങനെ സെക്യൂരിറ്റി കൊണ്ടുവരികയാണ്. തുടർന്ന് പപ്പിയുടെയും എടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും എടുത്തുകൊണ്ട് വരികയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ വിഷ്ണു അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് രണ്ടുപേരും ജനിച്ചിരിക്കുന്നത് ഒരേ ദിവസം ഒരേ ഡേറ്റിൽ ഒരേ സ്ഥലത്തും ആണ് എന്നുള്ളത് വിഷ്ണു മനസ്സിലാക്കുകയാണ്. അന്നേരം വിഷ്ണു ആകെപ്പാട് ഞെട്ടി നിൽക്കുകയാണ്. സംഭവം എന്താണെന്നുള്ള വിഷ്ണുവിൻ്റെ ഒരു രൂപവും കിട്ടുന്നില്ല. അതിനുശേഷം ആണെങ്കിൽ സത്യയാണെങ്കിൽ ശാലിനിയോട് ചോദിക്കുകയാണ്, പറയമ്മേ എൻ്റെ അച്ഛൻ എവിടെയാ, ഇപ്പോഴെങ്ങാനും വരൂ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ശാലിനിയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മയും ഒക്കെ ആകെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരേ ദിവസമാണ് ജനിച്ചത്, ഒരേ സമയമാണ്, ഒരേ സ്ഥലമാണ് എന്നുള്ളതൊക്കെ വിഷ്ണു മനസ്സിലാകുന്നുണ്ടല്ലോ. അതനുസരിച്ച് വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. ശാരദാമ്മയെ കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത്, ശാലിനിയെ കാണാൻ വേണ്ടിയിട്ടല്ല. തുടർന്ന് ചോദിക്കുന്നുണ്ട് സത്യ ജനിച്ചത് എവിടെയാണ് എന്നുള്ളത് ശാരദാമ്മയോട് ചോദിക്കുകയാണ്. പക്ഷേ ശാലിനി അകത്തുണ്ട്. ശാലിനി സംഭാഷണം അകത്ത് നിന്ന് കേൾക്കുകയേ ചെയ്യുന്നുള്ളൂ. ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നുമില്ല. തുടർന്നാണെങ്കിൽ ശാരദാമ്മ അവിടെ കള്ളം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു IAS ട്രെയിനിങ്ങിന് പോയതിന് ശേഷം വേറെ അവിടെ വെച്ചാണ് പ്രസവിച്ചത് അത് കള്ളം പറയുന്നുണ്ട് ശാരദാമ്മ. പക്ഷേ വിഷ്ണു അവിടെ അപ്പോൾ തന്നെ തിരുത്തുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അന്ന് പപ്പി സത്യ ജനിക്കുമ്പോൾ ശാലിനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഞാൻ ഡേറ്റും സ്ഥലവും ഒക്കെ കണ്ടെത്തി ഇവിടെയാണ് പ്രസവിച്ചത്. അന്ന് IAS ട്രെയിനിങ്ങിന് ശാലിനി പോയിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ സ്കൂളിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ ശാലിനി ആകെ അങ്ങ് അന്തം വിടുന്നുണ്ട്. അപ്പോൾ പപ്പിയുടെയും രഹസ്യം പുറത്തു വരും എന്നുള്ളൊരു പേടിയാണ് അവിടെ ശാലിനിക്ക്. സത്യയുടേതും ഇവർ രണ്ടുപേരുടെയും ഒരേ ദിവസമാണെന്നറിയുമ്പോൾ രണ്ടുപേരും വിഷ്ണുവിൻ്റെ മക്കളാണെന്നറിയുമ്പോൾ ശ്യാമയുടെ ജീവിതം അവിടെ ഒന്നും പോകും. സത്യഭാമ അടിച്ച് പുറത്താകും. രോഹിത്ത് ഏറ്റവും കൂടുതൽ വെറുക്കും എന്നുള്ളതൊക്കെ പപ്പി സ്വന്തം മകളെ പോലെയാണല്ലോ കാണുന്നത്. അതൊക്കെ ആലോചിച്ച് ശാലിനിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഒരു കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു കള്ളം പറഞ്ഞെങ്കിലും വിഷ്ണു സത്യം ശാരദാമ്മയുടെ മുഖത്ത് നോക്കി തുറന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ഉത്തരം കാണില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ശാരദാമ്മ പറഞ്ഞില്ലെങ്കിലും ബാക്കി കൂടി ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്നും ഇങ്ങനെ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ പിന്നെ നീലിമയാണെങ്കിൽ പപ്പിയുടെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ സുസ്മിതയോട് പറയുകയാണ് ചെയ്തത്. പക്ഷെ ജഗദീപിന് അവിടെ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ശാലിനിയെ വിവരം അറിയിക്കും ഇങ്ങനെ നേഴ്സ് കാണാൻ വന്നിരുന്നു എന്നുള്ളത്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ രണ്ടുപേരുടെയും പപ്പിയെ പ്രസവിച്ച അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് സത്യയും പ്രസവിച്ചതെന്ന് മനസ്സിലാക്കുമല്ലോ. അതനുസരിച്ച് വിഷ്ണു ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോകും. ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് റിസപ്ഷനിൽ കണ്ടിട്ട് ഇങ്ങനെ പിന്നെ അന്നത്തെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നഴ്സ് അവിടെ കാണും. നഴ്സാണെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സമ്മതിക്കില്ല. അവിടെ എന്തോ ഫയലിരിക്കുന്ന ആ ഷെൽഫിൽ എന്തോ ഷോർട്ട് സർക്യൂട്ടോ എന്തൊക്കെ ഉണ്ടായിട്ട് ആ ഫയൽ മുഴുവൻ കത്തിപ്പോകുന്ന ആ ഒരു സീൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. റീമേക്കിൽ അങ്ങനെയാണ്, ഇവിടെയും അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. തുടർന്ന് വിഷ്ണുവിന് ആ ഫയൽ കിട്ടില്ല. പക്ഷേ വിഷ്ണുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവസാനം ഈ ശാരദാമ്മ തന്നെ വിഷ്ണുവിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും വിഷ്ണുവിനോട് പറയാത്തുള്ള ആ കുറ്റബോധം എല്ലാം കൂടെ തോന്നിയിട്ട് ശാരദാമ്മ തന്നെയാണ് വിഷ്ണുവിനോട് പോയി കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ. ആ ഒരു സീൻ അടുത്ത് തന്നെ വരും. അതൊക്കെ കാണാം. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.